പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിട്ടുകൊടുക്കാതെ മുന്നിലേക്ക് പോവുകയാണ് സൂരജ്. എനിക്ക് യാതൊരു പേടിയും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് സൂരജ് മുന്നിലേക്ക് പോകുന്നത്. പാമ്പിനെയൊന്നും ഞാൻ ഭയക്കുന്നില്ല. നിനക്ക് പേടിയുണ്ട് എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് സൂരജ് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്ന് സൂരജ് പാമ്പിന്റെ ശീൽക്കാരം കേട്ട് പേടിച്ചോടുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് തന്നെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ഇത് അവൾ ചെയ്തതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഇതോടെ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ സൂരജ് എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് അല്ലേ? എടി, ഇതുപോലുള്ള തന്ത്രങ്ങളിലൊന്നും ഞാൻ വീണു പോകില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി അറിയാം കേട്ടോ. വെറുതെ അവൾ ഒരു ഉഡായിപ്പുമായി മുന്നിലേക്ക് കയറി വന്നിരിക്കുകയാ. ഒന്ന് പോടി എന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷേ സൂരജുമായുള്ള ഈ ഇണക്കവും അതുപോലെ തന്നെ പിണക്കവുമെല്ലാം വളരെയധികം സന്തോഷത്തോടെയാണ് മീനു എൻജോയ് ചെയ്യുന്നത്. കാര്യങ്ങൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയും ചെയ്തതിനെ തുടർന്ന് മീനു തിരിച്ചറിയുകയാണ് സൂരജിന്റെ മനസ്സിലെ നന്മകളെല്ലാം. പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം മുതലായ ചോദ്യങ്ങൾ ബാക്കിയായിരിക്കുകയാണ്. ഇപ്പോൾ ചിന്താമണിയുടെ മുന്നിൽ തനിക്ക് ഒരുപാട് പേടിയുണ്ട്. അവൾ സൂരജിനെ തട്ടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ. മാത്രവുമല്ല, തിരികെ എത്തിയാൽ സൂരജേട്ടന്റെ സ്വഭാവവും മാറുമോ മുതലായ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഇതേ തുടർന്നാണ് സൂരജും അതുപോലെ തന്നെ മീനുവും തിരികെ എത്തുന്നത്. ഇതോടെ ചിന്താമണിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ, വിചാരിച്ചതുപോലെ അവർ തമ്മിൽ പ്രണയത്തിലാകുമോ മുതലായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. പക്ഷേ ഇതേ തുടർന്നാണ് കാര്യങ്ങൾ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നത്. ഒടുവിൽ ചിന്താമണി മനസ്സിലാക്കുകയാണ് തൻ്റെ ഊഹം തെറ്റിയില്ല എന്ന്. സൂരജിന്റെ മനസ്സിൽ അവൾ കയറിക്കൂടിയിരിക്കുന്നു. വിചാരിച്ചതുപോലെയല്ല. ഇനി അത്ര എളുപ്പം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണി. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തെങ്കിലും ചെയ്ത് സൂരജിന്റെ മനസ്സിൽ നിന്ന് അവളോടുള്ള സ്നേഹം പറിച്ചു കളയണം. ഇരുവരെയും തമ്മിൽ തെറ്റിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനവുമായി ചിന്താമണി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുമ്പോഴാണ് സൂരജ് ഒടുവിൽ ചിന്താമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനമെടുക്കുന്നത്. അതെ, എനിക്ക് മീനുവിനെ ഇഷ്ടമാണ്. മീനു അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഇനി സ്നേഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവളെ അത്രയധികം എനിക്ക് ഇഷ്ടമാണ്. ഒരിക്കലും അവളെ വിട്ടുപിരിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ അവൾ മാത്രം മതി. ഇത് കേൾക്കുന്ന ചിന്താമണിയുടെ കണ്ണ് നിറയുകയായി. എൻ്റെ എൻ്റെ പ്രണയം എന്തുകൊണ്ടാണ് സൂരജ് ഇതുവരെ മനസ്സിലാക്കാത്തത് എന്ന ചോദ്യം അവൾ ചോദിച്ചതിനെ തുടർന്ന്, നീ എന്നും എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കലും നിന്നെ ഞാൻ എൻ്റെ കാമുകിയുടെ സ്ഥാനത്ത് നിർത്തിയിട്ടില്ല. നീ എനിക്കെൻ്റെ കുഞ്ഞനുജത്തിയാണ്. അതുപോലെ തന്നെ നീ തുടരുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് സൂരജ് പറഞ്ഞത് ആകെ തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണിക്ക്.
ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇതേ തുടർന്ന് സൂരജ് തൻ്റെ പ്രണയം തുറന്നു പറയുകയാണ്. മീനുവിനെ ചെന്ന് കണ്ട്, അതെ മീനു, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഞാനിപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. ഈ കാര്യം കേട്ട് മീനുവിനും വളരെയധികം സന്തോഷമാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.